സ്ട്രോബെറി കിക്ക് കൊള്ളാലോ സ്ട്രോബെറി കിക്ക് അല്ലെ. എന്താണ് ഇപ്പൊ ഈ സ്ട്രോബെറി കിക്ക് എന്ന് പറഞ്ഞ അല്ലെ? അത് കണ്ടിട്ടാവും പലരും വന്നിട്ടുണ്ടാവുക. നിങ്ങൾ വിചാരിച്ചത് ശരിയാണ്. എന്താണ് സ്ട്രോബെറി കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കളിലേക്കൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെയേറെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്. സ്ട്രോബെറി കിക്ക് എന്ന് പറഞ്ഞാൽ അതായത് സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവർ രൂപത്തിൽ, സ്ട്രോബെറിയുടെ ഒരു ടേസ്റ്റ് രൂപത്തിൽ വായിൽ ഇട്ടാൽ അരിച്ചിറക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു തരം മിഠായി. എന്നാൽ ഇത് വെറും മിഠായി അല്ല, ഇത് ഒരു തരം എന്താ പറയാ, നമുക്ക് ഒരു ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കിക്ക് കൊടുക്കുന്ന ഒരു തരം മിഠായിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് മക്കൾക്കൊക്കെ മിഠായി രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലഹരി വസ്തുവാണ്. അപ്പോൾ വളരെയേറെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. ഇന്ത്യ ടുഡേയിൽ വന്ന ഒരു ഗൗരവമുള്ള ഒരു വിഷയം, ഒരു ന്യൂസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇന്ത്യ ടുഡേയിൽ വന്നതാണ് മയക്കുമരുന്നുകൾ മിഠായി രൂപത്തിലും കുട്ടികളുടെ മുന്നിലേക്ക് എത്തിപ്പെടുകയാണ്, മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് എന്ന്. അപ്പോൾ ഇത് വളരെയേറെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട വിഷയമാണ്. ഈ മയക്കുമരുന്നുകൾ പോപ്രോക്കുകൾ പോലെയാണ് കാണപ്പെടുന്നത്. വായിൽ അരിച്ചിറക്കുന്ന ഒരു തരം മധുര പലഹാരം പോലെയാണ് ഇത് കാണപ്പെടുന്നത്. സ്ട്രോബെറി രുചിയുള്ള മെത്താംഫെറ്റാമൈൻ അല്ലെങ്കിൽ മെത്ത് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഇത് യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെയേറെ ഗൗരവത്തോടു കൂടി രക്ഷിതാക്കളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്. ഇത് ചുരുക്കി പറഞ്ഞ മയക്കുമരുന്ന് പൂശിയ ഒരു തരം മിഠായി സ്ട്രോബെറി കിക്ക്. അതായത് ഇത് ആദ്യം തന്നെ പ്രചരണത്തിലായി വന്നുകൊണ്ടിരുന്നത് ഡൽഹിയിലാണ്. എന്നാൽ ഇത് ഇപ്പോൾ നമ്മുടെ ഭാഗത്തൊക്കെ പ്രചരിച്ച് അതായത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെയേറെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മയക്കുമരുന്ന് വിൽപ്പനക്കാർ ഈ മിഠായി മരുന്ന് ഉപയോഗിച്ച് കുട്ടികളെ ലക്ഷ്യമിടുന്നത്. ഈ മിഠായി മരുന്ന് ഉപയോഗിച്ചിട്ട് കുട്ടികളെയാണ് കൂടുതൽ ലക്ഷ്യമിടുന്നത്. കുട്ടികളിലേക്ക് ഇത് എത്തിക്കാനാണ് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം വളരെയേറെ ഗൗരവത്തോടു കൂടി എടുക്കുക. നമ്മുടെ മക്കളിലൊക്കെ ഒരു വെറൈറ്റി മിഠായികളൊക്കെ കാണുമ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാതെ പോകരുത്. നിങ്ങളിത് ശ്രദ്ധിക്കണം. എന്താണ് ഈ മിഠായി എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പല ഭാഗത്തും കുട്ടികൾ ഇത് മിഠായി ആണെന്ന് കരുതി ഇത് ഉപയോഗിച്ചിട്ട് ഗുരുതരാവസ്ഥയിലായി ആശുപത്രിയിലേക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട്. പല ഫ്ലേവറിലും ഇത് സുലഭമായി വരുന്നുണ്ട്. ചോക്ലേറ്റ്, അതുപോലെ പീനട്ട് ബട്ടർ, കോള, ചെറി, മുന്തിരി, ഓറഞ്ച് എന്നീ നിറങ്ങളിലൊക്കെ ഇത് സുലഭമായി വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികളെ മുമ്പൊക്കെ പറഞ്ഞതുപോലെ അറിയാത്തവരിൽ നിന്ന് മിഠായി വാങ്ങിക്കരുത്, അറിയാത്തവർ എന്തെങ്കിലും തന്നാൽ അത് വാങ്ങിക്കരുത് എന്നൊക്കെ ഈ ഒരു കാലഘട്ടത്തിലും കുട്ടികളോട് പറയുന്നത് തുടരുക. അതുപോലെ നമ്മുടെ മുതിർന്ന മക്കളിലൊക്കെ അറിയാത്ത ഒരു പല രീതിയിലുള്ള മിഠായികളൊക്കെ കാണുമ്പോൾ അത് രക്ഷിതാക്കൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അത് മിഠായി ആണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. അതൊന്ന് ശ്രദ്ധിക്കുക, ഗൗരവത്തിലെടുക്കുക. എന്ത് മിഠായിയാണ് ഇവൻ കഴിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഗൗരവത്തിൽ രക്ഷിതാക്കൾ എടുക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളോട് അറിയാത്ത ആളുകൾ എന്തെങ്കിലും തിന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കരുത് എന്നൊക്കെ ഒന്ന് ഗൗരവത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.